കൊല്ലത്ത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി പോലീസ്. കൊല്ലം കോടതിയിൽ എത്തിച്ചപ്പോഴാണ് ട്രെയിൻ മോഷണ കേസുകളിൽ പിടിയിലായ അഭിജിത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മുൻപ് ജയിൽ ചാടാനും അഭിജിത്ത് ശ്രമിച്ചിരുന്നു. ട്രെയിനിൽ തൂങ്ങിക്കിടന്ന അഭിജിത്തിനെ സാഹസികമായിട്ടായിരുന്നു പോലീസ് നേരത്തെ പിടികൂടിയത്. AV ജയശങ്കർ നൽകും. അഭിജിത്തിനെ ഓടിച്ചിട്ട് പിടികൂടിയിരിക്കുന്നു. ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ എപ്പോഴാണ് ഈ സംഭവം? കോടതിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ്, പക്ഷേ ഇത് രാത്രി ദൃശ്യങ്ങളാണ്. ഇത് ആദ്യം പിടികൂടിയ ദൃശ്യങ്ങളായിരുന്നു തോന്നുന്നു, അല്ലേ? സ്മൃതി, വളരെയധികം സാഹസികമായാണ് മുമ്പ് ഈ റെയിൽവേ പോലീസ് അഭിജിത്തിനെ പിടികൂടിയത്. അന്ന് ട്രെയിനിൽ നിന്ന് ഇയാൾ ചാടി രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തി. അതിന്റെ സാഹസിക ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം അഭിജിത്തിനെ കൊല്ലത്തെ കോടതിയിലേക്ക് റെയിൽവേ പോലീസ് എത്തിച്ചൊരു ഘട്ടത്തിലാണ് കോടതിയുടെ ഗേറ്റ് വഴി ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അഭിജിത്ത് നടത്തിയത്. ഉടൻ തന്നെ റെയിൽവേ പോലീസ് ഇയാളെ ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കൊല്ലം ജില്ലാ ജയിലിൽ ഇയാളെ വെക്കുന്നത് സുരക്ഷിതമല്ല, ജയിലിൽ ചാടാൻ സാധ്യതയുണ്ടെന്ന് ജയിൽ അധികൃതർ റിപ്പോർട്ട് തയ്യാറാക്കി. അങ്ങനെ പിന്നീട് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് ഇയാളെ മാറ്റിയിരുന്നു. അന്ന് ആ ജയിലിൽ വെച്ച് അന്നും ചാടാനുള്ള ശ്രമം അഭിജിത്ത് നടത്തി. അങ്ങനെ ക്വാർട്ടേഴ്സിന് സമീപത്ത് നിന്നാണ് അന്ന് അഭിജിത്തിനെ പിടികൂടിയത്. നമ്മൾ ആ വാർത്തയും നൽകിയിരുന്നു. എന്തായാലും നിരന്തരമായി ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇല്ലെങ്കിൽ ജയിലിൽ നിന്നൊക്കെ ചാടാൻ പ്രവണത കാണിക്കുന്നൊരു പ്രതിയാണ് അഭിജിത്ത്. ട്രെയിനിൽ തൂങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ പയ്യനാണ്, അധികം പ്രായമൊന്നുമില്ല. പക്ഷേ ഗജ ഫ്രോഡാണ്. പോലീസിന്റെ കണ്ണി വെട്ടിച്ച് എങ്ങനെ ചാടാം എന്നുള്ള ശ്രമമാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞു. കോടതിയിൽ ഇന്നലെ ജയിൽ ചാടാൻ ശ്രമിച്ചു. മുമ്പ് കൊല്ലം ജില്ലാ ജയിലിലുള്ള സമയത്തും മുമ്പൊരു പഴയ കേസിൽ പിടികൂടിയ ഘട്ടത്തിലും അഭിജിത്ത് ഇതേപോലെ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിരന്തരം പ്രശ്നക്കാരനാണ്, നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. ആ പ്രതിയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. പക്ഷേ 2 തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഘട്ടത്തിൽ അഭിജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് പുതിയൊരു കേസ് കൂടി അഭിജിത്തിനെതിരെ എടുത്തിട്ടുണ്ട്. കൊല്ലം വെസ്റ്റ് പോലീസാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട അഭിജിത്തിനെതിരെ കേസ് നിലവിൽ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയ പോലീസുകാരും പെട്ടേനെ. ഏതായാലും അത് സാഹസികമായി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇയാളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ 2 തവണ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയാണ്. അപ്പോൾ ആദ്യത്തെ രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ട്രെയിനിൽ തൂങ്ങിക്കിടന്ന് അവിടെ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, അന്നും പിടിയിലായി. അപ്പോൾ ഇതാ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി അവിടെയും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഓടിച്ചിട്ട് അതിസാഹസികമായി പിടികൂടി എന്നുള്ളതാണ് വാർത്ത.